അപ്പോൾ ആ സമയമൊക്കെ മലയാള സിനിമയുടെ വല്ലാത്തൊരു സമയമായിരുന്നു. ഒരു പക്ഷേ പെട്ടെന്ന് പറയാവുന്നത് മലയാള സിനിമയിലെ ഗാനങ്ങൾ മുഴുവൻ അതിൽ നിന്ന് അകന്നു പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമ ചെയ്യുന്നത്. ഒരുപക്ഷെ മലയാള സിനിമയുടെ ഗാനത്തിൻ്റെ ആ മാർക്കറ്റ് വീണ്ടും ഏറ്റവും വലിയ രീതിയിലേക്ക് വന്ന സിനിമകളായിരുന്നു ഹിസ് ഹൈനസ് അബ്ദുള്ള, ഭരതം, കമലദളം. ഞാൻ സിബിയോട് പല പ്രാവശ്യം വന്നു, സിബി എനിക്ക് കമലദളത്തിൽ ഞാൻ എങ്ങനെയാണ് അഭിനയിക്കുന്നത്, കാര്യം ഒരു നൃത്ത അധ്യാപകൻ്റെ റോളാണത്. എനിക്കങ്ങനെ നൃത്ത അധ്യാപകൻ്റെ റോള് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു തരുന്ന അപ്പം സിബി പറഞ്ഞു ലാലിന് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വീണ്ടും ഒരു കള്ളമല്ല, സത്യമായ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഞാൻ ആ സമയത്ത് രാജശില്പി എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെനിക്ക് താടി ഉണ്ട്. അപ്പോൾ താടി എടുത്തിട്ട് താടി വെച്ച് അഭിനയിക്കാൻ എനിക്ക് പ്രയാസമാണ്. അപ്പോൾ അതിന് സിബി പറഞ്ഞു താടി വളർത്തിയ ഒരു നൃത്താഭിയാകാൻ. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടോ, അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, പക്ഷേ അതൊരു വെല്ലുവിളിയോടുകൂടി ഞാനല്ല ഏറ്റെടുത്ത്, സിബിയാണ്. ഏറ്റവും മനോഹരമായിട്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച സിബിയാണ്. കുറച്ചു കാലം നമുക്ക് സിനിമകൾ ചെയ്യാൻ പറ്റാതെയായി. Aquastar Rainwater Pipes. മറ്റെല്ലാം ചുമ്മാ.